അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ജലജ പിന്നീട് ദേവയാനിയുടെ വെറും ഒരു അടിമയായി മാറാണ്. ജലജ ശരിക്കും ദേവേൻ്റെ കയ്യിൽ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ്. കാരണം ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്നറിഞ്ഞതോടു കൂടി തന്നെ ജലജ ആകെ ഷോക്കായിരിക്കുകയാണ്. അബിയോട് ജലജ കട്ടക്കലിപ്പിൽ തന്നെ പറയുന്നുണ്ട്, എടാ നാണം കെട്ടവനെ, നീ ആണല്ലോ ഇത്രയും കാലം പ്രശ്നമുണ്ടാക്കിയത്. ഇനിയിപ്പോൾ അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനെ ഇനി കുറ്റം പറയാനും പറ്റില്ലല്ലോ. ആദർശ് ജയിലിലായി എങ്കിലും അതിൻ്റെ സന്തോഷം ആഘോഷിക്കാനൊന്നും ജലജയ്ക്ക് പറ്റുന്നില്ല. പോരാത്തതിന് ചന്തുമോളെ നോക്കാനും അവളുടെ കൂടെ കളിക്കാനുമുള്ള ഡ്യൂട്ടി ദേവയാനി ജലജയ്ക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. ജലജ ആ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടിട്ട് നവ്യക്ക് അതൊട്ടും തന്നെ പിടിക്കുന്നില്ല. അത് അവളിൽ അസൂയ വളർത്തി. അവൾ നല്ലതുപോലെ ആ ഒരു പേരും പറഞ്ഞ് വഴക്കിടുന്നുണ്ട്. ശരിക്കും ഇനി ക്ലൈമാക്സ് രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ അബി വേണുവിനെ രേവതിയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി തന്നെ പറയുന്നുണ്ട്, അമ്മയോട് ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് പറയണം. ആദർശ് അകത്തായ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അമ്മ കുറച്ച് സങ്കടത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അബി അവിടെ നിന്നും പോരുന്നത്. അബിയുടെ മനസ്സിൽ മുഴുവൻ അനഘയാണ്. ചന്തമോൾ തൻ്റെ കൊച്ചാണെന്നുള്ള വിവരം നവ്യ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലുള്ള പുകിലിനെ കുറിച്ച് ആലോചിച്ച് അബിക്ക് നല്ല പേടിയുണ്ട്. നവ്യ ഈ കാര്യം അറിഞ്ഞ് ഓടി വന്നു, നീ എന്നെ ചതിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ച് കത്തിക്കൊണ്ട് കുത്തുന്നതായിട്ട് അബി ഒരു സ്വപ്നം വരെ കണ്ടിരുന്നു. നവ്യ എങ്ങാനും ഇനി തന്നെ വെട്ടിക്കൊല്ലുമോ എന്നൊക്കെ ചിന്തയിൽ അബി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയാണ്, ശരിയാണ്, ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾ എന്നെ വെറുതെ വിടുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ഇത്രയും വലിയ കള്ളത്തരം ഞാൻ അവളോട് കാണിച്ചു. ഇത്രയും നാൾ ഇത് മറച്ചു വെച്ചു. ആദർശിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇതൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ പേരിലാണ് അവളിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മുഴുവൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എൻ്റെ ചതിയായിരുന്നു ഇതെല്ലാം എന്നറിഞ്ഞപ്പോൾ എന്നെ അവൾ അങ്ങ് തീർത്ത് കളയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നവ്യക്കാണെങ്കിൽ അങ്ങനെ മുന്നും പിന്നും നോട്ടമൊന്നുമില്ല. അവൾ എന്നെ കൊല്ലും. അതിനു മുൻപ് എന്തെങ്കിലും സംഭവിക്കണം. ആ അനഘയെങ്കിലും ഇല്ലാതാവണം. ആ ചന്തുമോളും ആ പെണ്ണും അങ്ങ് ഇല്ലാതാവണം. ഇല്ലെങ്കിൽ പിന്നെ ഇതിനൊരു പരിഹാരമുണ്ടാവില്ല എന്നിങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അബി ഫോണെടുത്ത് കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അനഘയെ നോക്കാനായിട്ട് അവിടെ നിർത്തിയിരിക്കുന്ന ആളെ വിളിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്താ അബി സാറേ എന്ന് ചോദിക്കും. അതേടാ, ആ അനഘയെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരം നീ പറയുന്നില്ലല്ലോ. അവളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് അവൻ മറുപടി പറയുന്നുണ്ട്, അതെ സർ, അന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് ആശുപത്രിയിലിട്ടില്ലേ, ICUയിൽ കുറേ നാൾ കിടന്നു. മരിച്ചിട്ടൊന്നുമില്ല. തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ജീവശവം പോലെ എവിടെ വീണ്ടും കിടക്കുകയാണെന്ന് പറയും. എന്തെങ്കിലും ഡെവലപ്മെൻ്റ് ഉണ്ടോടാ എന്ന് അബി ചോദിക്കുമ്പോൾ അവൾ എണീക്കാനോ സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അങ്ങനെയുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അതിനൊന്നുള്ള ചാൻസ് ഇല്ല സാറേ. അവൾ അന്നത്തെ പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് പിന്നെ സാറേ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നും പറയും. അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് കിടക്കട്ടെ. ഇപ്പോൾ മനസ്സിലൊരു വെപ്രാളമൊക്കെ വന്നടാ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു ചോദിച്ചത് എന്ന് അബി പറയുമ്പോൾ, എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദർശ് എന്തെങ്കിലും പണി തന്നോ എന്ന് അവൻ തിരികെ ചോദിച്ചു. അപ്പോൾ അബി പറയുന്നുണ്ട്, ആദർശ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അവൻ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശിനെ അങ്ങ് ബ്ലാക്ക്മെയിൽ ചെയ്തോ? അതെന്താ സാറേ ആദർശിനെ അങ്ങ് ബ്ലോക്ക് ചെയ്തോ എന്ന് ചോദിക്കും. അന്നേരം അബി വീറോടെ തന്നെ പറയുന്നുണ്ട്, ആ ശരിക്കും ഒരു ബ്ലോക്ക് തന്നെയാണ്. അവനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദുബായിലെ ജയിലിൽ കിടക്കുവാണ്. ഇനി അവിടെ നിന്നും പുറത്തിറങ്ങാൻ കുറേ അധികം സമയമെടുക്കും. അല്ലാതെ പെട്ടെന്നൊന്നും ഇനി അവൻ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരുമെന്നും തോന്നുന്നില്ല. അതും ജീവനോടെ വന്നാൽ വന്നെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അവൻ്റെ ശല്യം ഒരു വിധത്തിൽ അങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ അബി. പക്ഷേ വീട്ടിൽ അതിലും വലിയ ഭൂകമ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ചന്തുമോളിൻ്റെ കൊച്ചാണെന്ന്. അനഘ ഈ അവസ്ഥയിലാവാൻ കാരണം ഞാനാണെന്ന്. എൻ്റെ ഭാര്യ മാത്രമേ ഇനിയിപ്പോൾ ഇതറിയാൻ ബാക്കിയുള്ളൂ. നവ്യ എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഴുത്ത് കാണില്ല. അത് കേട്ട ഉടനെ തന്നെ അയാളങ്ങ് ചിരിക്കാണ്. എല്ലാവരെയും വെറുപ്പിക്കുകയും പേടിപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന സാറിന് ഭാര്യയെ പേടിയാണല്ലേ? ഈ വിവരം എങ്ങാനും ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ സാറിനങ്ങ് കൊല്ലുമല്ലേ? അല്ലേലും എല്ലാ വില്ലന്മാരുടെ കാര്യം ഇങ്ങനെ തന്നെയാ. ഭാര്യമാരുടെ അടുത്ത് അവർ വെറും പൂച്ചക്കുട്ടികളായിരിക്കും. അന്നേരം അബിക്കങ്ങ് ദേഷ്യം വരും. ചൊറിഞ്ഞു കയറിയങ്ങ് അബി പറയുന്നത്, നിർത്തല നിന്റെ വർത്താനം. അനഘയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ വിളിച്ചാൽ മതി. എന്നെയും എൻ്റെ ഭാര്യയും കൂട്ടി നീ ഒന്നും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഒരു പൂച്ചക്കുട്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അബി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അനന്തപുരിയിൽ ചെന്ന് കയറുമ്പോൾ അബിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആദർശ് ജയിലിലായല്ലോ. ഈ വിവരം അനന്തപുരിയിൽ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കയറിയായിരിക്കും അബി നേരെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ജലജ അവിടെ ആകെ തകർന്നിരിക്കുകയാണ്. ജലജയ്ക്ക് അബിയോട് നല്ല ദേഷ്യമുണ്ട്. ഇത്രയും വലിയൊരു കള്ളത്തരമെന്ന് ഒപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? ജലജ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കുകയാണ്. ഇതിനി നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അബിയുടെ കാര്യം പോക്കാവുമെന്ന് മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നും പോവും.
ഇനിയിപ്പോൾ എനിക്ക് തലയുയർത്തി അവളുടെ മുന്നിൽ ഒന്നും പറയാൻ പോലും പറ്റില്ല. അവൾ എൻ്റെ തലയെടുത്തില്ലെങ്കിൽ കൊള്ളാമെന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരിക്കും ജലജ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി കയറി ചെല്ലുന്നത്. അമ്മയെന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിൽ അഭി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്തിന് ജലജയ്ക്ക് ദേഷ്യം വന്നു. നീ എന്താടാ ഇത്ര ചിരിച്ചു കളിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്ന് ചോദിക്കാണ് ജലജ. അന്നേരം അഭി പറഞ്ഞിട്ട് അത് പിന്നെ അമ്മയെ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താണ് നിന്റെ അടുത്ത കാമുകി കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കാണ് ജലജ. അന്നേരം അഭി പറഞ്ഞിട്ട് അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, നിനക്കൊരു1000 എണ്ണം കാണുമല്ലോ, അതിലിപ്പോൾ ഇങ്ങോട്ടേക്ക് കൊച്ചുമായിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതുപോലെ വന്ന് ആരൊക്കെ പ്രശ്നമുണ്ടാക്കിയെന്നൊന്നും അറിയില്ലല്ലോ. നീ സാധാരണ ഇതൊക്കെ ഒത്തുതീർക്കുന്നതാണല്ലോ. ഈ അനഘയുടെ കാര്യത്തിൽ മാത്രം നിനക്കെന്താ ഒത്തുതീർക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാനാ? എന്നിട്ട് നിന്റെ അവിഹിത കഥ മുഴുവൻ ആദർശിൻ്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കുകയും ചെയ്തു. ഏതായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ ശരിക്കും എൻ്റെ മോൻ തന്നെയാ കേട്ടോ. അങ്ങനെയൊക്കെ ജലജ ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്തിന് അഭി പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ അമ്മയുടെ മോൻ തന്നെയാണ്. അതിനെ പറ്റി ചില കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു തരാം. ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം? അതെ, ആദർശ് ദുബായിലെ ജയിലിലാണ്. അന്നേരം ജലജയ്ക്ക് ശ്വാസം നേരെ അങ്ങ് വീണു. ജലജ അത്ഭുതത്തോടെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത് സത്യമാണോ? അതെ അമ്മേ, സത്യമാണ്. എന്നെ അവിടെ ജ്വല്ലറിയിലെ ആള് വിളിച്ചിരുന്നു. അവൻ ദുബായിലെ ജയിലിലാണെന്ന്. അവിടുത്തെ ജ്വല്ലറിയിലെ കാര്യങ്ങൾ മുഴുവൻ ആകപ്പാട് താറുമാറായി കിടക്കുകയാണെന്ന്. എല്ലാം പൂട്ടിക്കെട്ടുന്ന ലക്ഷണമാണ് കാണുന്നത്. അവൻ സ്വർണ്ണക്കടത്തിന് അകത്തായിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നെപ്പോലെ 14 ദിവസം ഒന്നും ആയിരിക്കില്ല അവിടെ കിടക്കുന്നത്. അവിടെ കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ ഒരു 10 ഇരട്ടി ശിക്ഷയായിരിക്കും. അപ്പോൾ ജലജയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവാണ്. എടാ അഭി, നീ ഇത്രയൊക്കെ ഒപ്പിച്ചെങ്കിലും ഇത്രയും നേരം എൻ്റെ മനസ്സിലൊരു തീയും ആദ്യമൊക്കെ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ ഒരു കുളിർമഴ പെയ്തതുപോലെയായി. അന്നേരം അഭി പറഞ്ഞത്, അതേ അമ്മേ, നമുക്കിനി നല്ല കാലം വരാൻ പോവാണ്. അമ്മയുടെ ഈ ടെൻഷനൊക്കെ അങ്ങ് വിട്. അനഘയും ചന്തുമോളും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കാം. ഇനി നവ്യ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമ്മൾ അതൊന്നും തന്നെ കാര്യമാക്കേണ്ടതെന്നേ. അവൾ എന്തേലുമൊക്കെ കാട്ടിക്കൂട്ടട്ടെ, അവളെ ഇനി ആര് മൈൻഡ് ചെയ്യുന്നു? അന്നേരം ഉടനെ ജലജ പറയുന്നുണ്ട്, അവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നീ പറയണ്ട. അവൾ ചിലപ്പോൾ നിന്നെയും എന്നെയും ഒക്കെ കൊന്നിട്ടായിരിക്കും എവിടെ നിന്നും ഇറങ്ങി പോകുന്നത്. അത് നിനക്കറിയോ? നിനക്ക് ജീവനിൽ പേടിയില്ലേ? അന്നേരം അഭി പറഞ്ഞിട്ട്, ശരിയാ അമ്മേ, അവളെക്കുറിച്ച് ഒന്നും തന്നെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. ജലജ പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവൾ ഈ വീട്ടിൽ നിന്നും കൊച്ചുമായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ അനന്തപുരിയിൽ സ്ഥാനമുണ്ടാവില്ല. ജ്വല്ലറിയിൽ നീ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങളെല്ലാം തന്നെ, ഈ കാര്യത്തിൽ കാണിച്ച ചതിയും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇവിടെ നിന്നും അച്ഛനും അമ്മയും നമ്മളെല്ലാവരും ആട്ടിയിറക്കും. ഇപ്പം തന്നെ നവ്യയും കുഞ്ഞുമുള്ള ഒറ്റ ബലത്തിലാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നവ്യ പിണക്കാനൊന്നും നീ നിൽക്കണ്ട. അവളെ സ്നേഹിച്ച് തന്നെ നിന്നാൽ മതി. ഈ വിവരം തൽക്കാലം അവൾ അറിയാനും പാടില്ല. ചന്തുമോൾ നിന്റെ കൊച്ചാണെന്നുള്ളത് ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. അന്നേരം അഭി അതിന് സമ്മതിക്കുന്നുണ്ട്. ശരിയാമ്മേ, അവൾ അറിയരുത്. ഇതൊന്നും അവൾ അറിയാൻ പാടില്ല. അത് അമ്മയും സൂക്ഷിക്കണം. അവിടെയും ഇവിടെയും ചെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആള് കളിക്കാൻ നോക്കുമ്പോഴേ നയനയോ അമ്മായിയോ ഒക്കെ ഈ വിവരം അങ്ങ് വിളിച്ചു പറയും. അതുകൊണ്ട് അവളുടെ മുൻപിലൊക്കെ അമ്മ ഒന്ന് ഒതുങ്ങി നിന്നേക്കണം, അഭി പറഞ്ഞു. അന്നേരം ജലജ പറഞ്ഞിട്ട്, ശരിയാ, ഇനിയിപ്പോൾ ദേവേൻ്റെ അടിമയെ പോലെ എനിക്കിവിടെ നിൽക്കേണ്ടി വരും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നാലും വേണ്ടില്ല. നമ്മളെ നിലനിൽപ്പല്ലേ മോനെ നമുക്ക് വലുത്. നീ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചാൽ പിന്നെ അതൊക്കെ അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എന്തായാലും ആദർശ് ജയിലിൽ കടന്ന് എനിക്ക് വലിയ സന്തോഷമായി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് അവൻ്റെ മുന്നിലൊന്ന് ഞെളിഞ്ഞു നിന്നിട്ട് 4 വർത്താനം പറയണം. നീ അന്ന് അകത്ത് കിടന്നപ്പോൾ അവൻ എന്തൊക്കെയാണ് നിന്നോട് പറഞ്ഞത്? അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ ആദർശനും ഇങ്ങനൊരു അനുഭവം വരുമെന്ന്. ദേവേൻ്റെ മുന്നിൽ ചെന്ന് ഇതൊന്ന് പറഞ്ഞ് ആഘോഷിക്കണം. നയന ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഷോക്കാവും. അവളുടെ വയറ്റിൽ കുഞ്ഞങ്ങ് പോയിക്കോളും. അന്നേരം അഭി പറയുന്നുണ്ട്, വേണ്ടാമേ, എൻ്റെ പൊന്നമ്മയല്ലേ, അമ്മയോട് ഞാൻ പറയല്ലേ എന്നല്ലേ പറഞ്ഞത്. ഇതൊന്നും കേട്ട വിവരം അമ്മ ചെന്നിട്ട് അവരോട് പറയാനൊന്നും നിൽക്കണ്ട. അമ്മ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാനൊന്നും പോവണ്ട. അവരുടെ അടിമയാണ് അമ്മ. ഇപ്പോൾ ആ ഒരു ഓർമ്മ വേണം. അതൊന്നും അറിയാത്ത പാവമായി അങ്ങ് നിന്നാ മതി. ഇല്ലെങ്കിൽ ഈ ഒരു ദേഷ്യത്തിൽ അവർ നവ്യയോടും കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. പിന്നെ നമ്മൾ ഈ അനന്തപുരിക്ക് പുറത്തായിരിക്കും. അമ്മ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു എന്ന് അവൾ എങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പിടികിട്ടും. അവരാരും പൊട്ടന്മാരൊന്നുമല്ല. അതുകൊണ്ട് അമ്മ ഈ കാര്യം തൽക്കാലം ആരോടും പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം അഭി. നേരിട്ട് അവർ തന്നെ വിവരം വിളിച്ചു പറയുമ്പോൾ അറിഞ്ഞോളും. ശരിയെന്ന് പറഞ്ഞ് ജലജ സമ്മതിക്കുന്നു. എങ്കിലും ജലജക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്തിന് ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ ഈ ഒരു കാര്യമെല്ലാം ചിന്തിച്ചിട്ട്. ഇതേ സമയത്തിന് ദേവയാനി ഇതൊന്നും അറിയുന്നില്ലല്ലോ. ദേവയാനി ജലജയെ വിളിക്കുന്നുണ്ട്. ജലജയെ, നീ ഇങ്ങോട്ടേക്ക് വന്ന. എന്താ ഏട്ടത്തി, എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ജലജ ചെന്നു. അതെ, നിന്നോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി പറ.
അല്ല, ഞാൻ ഇവിടെ പറയുന്നത് അനുസരിച്ച് വേണം ഇനി നീ ജീവിക്കാൻ. അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്നിരുന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അന്നേരം ജലജ വിനീതമായി പറഞ്ഞു, ശരി ഏട്ടത്തി, ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കേണ്ടത്? അന്നേരം ദേവേനി പറഞ്ഞു, അതെ, നയനമോൾക്ക് ഇപ്പോൾ കുറച്ച് ബിരിയാണി കഴിക്കാനൊരാഗ്രഹമെന്നൊക്കെ തോന്നുന്നുണ്ട്. അവളിപ്പോൾ ഗർഭിണിയല്ലേ, അതുകൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി നീയേ. അന്നേരം ജലജ ഞെട്ടി. ബിരിയാണിയോ? ഞാനോ? എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇതുവരെ ഒരു ബിരിയാണി പോലും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്? നയനക്ക് വേണമെങ്കിൽ അവൾ തന്നെ ഉണ്ടാക്കിക്കൂടെ? അവൾക്ക് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. അന്നേരം ദേവയാനി വിട്ടുകൊടുത്തില്ല. അവൾക്ക് ചെറിയ തലവേദനയാണ്. ഭക്ഷണത്തിൻ്റെയൊക്കെ മണം അടിക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനെ ഇരിക്കുന്ന അവളെ അടുക്കളയിൽ കയറ്റാൻ പറ്റുമോ ജലജയെ? അതുകൊണ്ട് നീ തന്നെ ഉണ്ടാക്ക്. നീ ചെന്ന് എല്ലാം ശരിയാക്കി വെക്ക്. ഞാനും കൂടി വരാം നിന്നെ സഹായിക്കാൻ. അങ്ങനെ നിവൃത്തിയില്ലാതെ തന്നെ ജലജ നേരെ അടുക്കളയിലേക്ക് ചെല്ലാണ്. അങ്ങനെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. അന്നേരം ജലജ ഇങ്ങനെ പിറുപിറുത്തു. ഹോ നാശം! ഈ ചൂടടിച്ച് ഈ അടുക്കളയിൽ കിടന്ന് പണിയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യാനാ? അങ്ങനെയൊക്കെ പറയുന്നതും കേട്ടുകൊണ്ട് തന്നെ നവ്യ അങ്ങോട്ടേക്ക് വന്നു. നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അടുക്കളയിലൊക്കെ കയറിയത്? നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, പിന്നെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എടി ഇതാ നയനക്കുള്ളതാ. എടി അവൾക്ക് ഇത്തിരി ബിരിയാണി കഴിക്കണമെന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറിയതാണെന്ന് പറയും. അന്നേരം തന്നെ നവ്യ പരിഹസിച്ചു. അമ്മയോ? നയനക്ക് എന്തിനാ അമ്മ ബിരിയാണിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത് എന്തു പറ്റി അമ്മക്ക്? ഇന്ന് കാക്ക മലർന്നു പറക്കുമല്ലോ. അന്നേരം ജലജ ഒതുങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഇത്തിരി ഉണ്ടാക്കി കൊടുത്തേക്കാമെന്ന് കരുതി. അവളിങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയമല്ലേ, നമ്മളന്ന് സ്നേഹിച്ചേക്കാമെന്ന് കരുതി. അന്നേരം നവ്യ പറയുന്നത്, ഹാ എന്തേലൊക്കെ കാണിക്ക്. എന്തായാലും അമ്മ ഇപ്പോൾ അടുക്കളയിൽ കയറി ഇങ്ങനെ ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ അമ്മ ഏതായാലും അടുക്കളയിലേക്ക് കയറിയതല്ലേ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും കൂടി കൂട്ടി ഉണ്ടാക്കിക്കോ എന്ന് പറയട്ടെ നവ്യ. അത്രയും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്തിന് ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവരൊക്കെ ഞാൻ നന്നായിട്ട് ബിരിയാണി തീറ്റിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ച് ജലജ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങും. ഏതായാലും അടുത്തൊരു ബോംബ് അനന്തപുരിയിൽ പൊട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ആദർശ് ജയിലിലാണെന്നുള്ള കാര്യം അതറിയുമ്പോൾ ദേവേണ്ടയും നാനയുടെയും ഒക്കെ അഹങ്കാരം അങ്ങ് പൊയ്ക്കോളും. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ. അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചങ്ങ് പോവാനുള്ളതല്ലേ. ജലജ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുപോയി വെക്കാണ്. നയനെ വിളിച്ച് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നു. അന്നേരം ദേവയാനി വിളിക്കുന്നത്, മോളെ, നയന മോളെ, വന്നിരുന്ന് ഭക്ഷണം കഴിക്ക്. ജലജയായിരിക്കട്ടോ അവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അന്നേരം ദേവയാനി ഇടയ്ക്ക് തന്നെ ജലജയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ജലജ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴും അവളുടെ മനസ്സിലുണ്ട്, കഴിക്കടി കഴിക്ക്, നീ നല്ലോണം കഴിക്ക്, ഇനി പൊട്ടിക്കരാനുള്ളതല്ലേ. നിന്റെ ഭർത്താവ് അവിടെ ദുബായിൽ ജയിലിൽ കിടന്ന് നരകിക്കുകയാണെന്ന വിവരം നീ അറിയുമ്പോൾ നിന്റെ എല്ലാ ഈ ഒരു ഗമയും അങ്ങ് തീരും. നീ നല്ലോണം കഴിക്ക്. മനസ്സിൽ ഇങ്ങനെയൊക്കെ പ്രാഗി പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ ജലജ നയനക്ക് ബിരിയാണിയൊക്കെ വിളമ്പി കൊടുക്കുന്നത്. നയന ഉടനെ തന്നെ ദേവയാനോട് ചോദിക്കുന്നുണ്ട്, ആഹാ, ഇന്നെന്താ അപ്പച്ചി സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അന്നേരം ദേവയാനി മറുപടി നൽകി, മോളെ, നീ ധൈര്യമായിട്ട് തന്നെ കഴിച്ചോ. ജലജ ഉണ്ടാക്കി തരുന്ന ഒന്നും നീ കഴിക്കാതിരിക്കൊന്നും വേണ്ട. ഒന്നും പേടിക്കുകയും വേണ്ട. അവൾ നല്ല രീതിയിൽ തന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്നൊക്കെ പറയും. നയനക്ക് ശരിക്കും ഇത് കേട്ട് അത്ഭുതം തോന്നി. എന്ത് പറ്റി അപ്പച്ചി? അപ്പച്ചിക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ ചോദിക്കുകയാണ് നയന. അന്നേരം ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ, കഴിച്ചോളൂ. അങ്ങനെ നവ്യയും നയനയും ഒക്കെ ജലജ ഉണ്ടാക്കിയ ആ ഒരു ബിരിയാണി കഴിക്കുന്നുണ്ട്. ജലജയുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് ലഡു പൊട്ടുകയായിരുന്നു. ആദർശിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ദുഃഖവാർത്ത പറഞ്ഞെത്തുമ്പോൾ എല്ലാവരും വിഷമിക്കുമല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. പക്ഷേ വിവരം വിളിച്ചു പറയാനൊന്നും പറ്റുന്നില്ല. പഴയ ജലജയായിരുന്നെങ്കിൽ അത് അപ്പോൾ തന്നെ ഓടിപ്പോയി നയനയോടങ്ങ് പറഞ്ഞേനെ. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി അബിയുടെ കാര്യം നവ്യോട് വിളിച്ചു പറയുമല്ലോ എന്ന് ഭയന്നാണ് ജലജ ഇതെല്ലാം തന്നെ മനസ്സിലടക്കി വെക്കുന്നത്. അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്നും പോവാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി വീണ്ടും ജലജയെ വിളിക്കുന്നുണ്ട്. ജലജയെ, നീ ഒന്നിങ്ങോട്ടേക്ക് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അതെ, ചന്തുമോളുടെ കാര്യം ഇനി മുതൽ നീ നോക്കണം. അന്നേരം ജലജ എതിർക്കുന്നുണ്ട്. എന്തിന്? ഞാനോ? ചന്തുമോളുടെ കാര്യം തന്നെ ഞാൻ നോക്കുന്നത്? നയനയല്ലേ അത് നോക്കിക്കൊണ്ടിരുന്നത്? അതെ, അതുപോലെ ഏട്ടത്തിയും നോക്കാറില്ലേ? എന്നെ ആ കൊച്ചിന് ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യമൊന്നും നോക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് ജലജ. അന്നേരം ദേവേനി പതുക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ നീ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ജലജയെ. നിന്റെ മകൻ്റെ കൊച്ചലേത്, അതിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം നിനക്ക് കൂടിയല്ലേ. ഇനിയിപ്പോൾ നിനക്കത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നവ്യോട് എല്ലാ സത്യങ്ങളും ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞേക്കാം. അപ്പോൾ ജലജ പേടിച്ച് വിറക്കുന്നുണ്ട്. അയ്യോ വേണ്ട ഏട്ടത്തി, ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് പറയും.
എന്നാ ശരി, ഇന്ന് നീ ആ കൊച്ചിനെ നോക്കണം. ഇപ്പോൾ തന്നെ അതിനെ വിളിച്ച് കുളിപ്പിച്ചിട്ട് ഒരുക്കി നിർത്തണം. അതിനുശേഷം അതിൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയും. ചന്തുമോൾ എന്ത് പറഞ്ഞാലും നീ അത് അനുസരിക്കണം. ഇല്ലെങ്കിൽ ചന്തുമോൾ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ നീ അങ്ങ് വിവരം അറിയുമെന്നൊക്കെ പറയാട്ടോ. ഗതി കെട്ടുകൊണ്ട് തന്നെ ജലജ അതിന് സമ്മതിച്ചു. ശരി ഏട്ടത്തി, ഞാൻ അനുസരിച്ചോളാം. അല്ലാതെ ഇപ്പോൾ എനിക്ക് വേറെ വഴിയില്ലല്ലോ. അവൻ അങ്ങനെ ഓരോന്നും ഒപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടായിരിക്കട്ടോ ജലജ അകത്തേക്ക് കയറി വരുന്നത്. ജലജ നേരെ ചന്തുമോളുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ചന്തുമോളെ വാ ജലജാമ കുളിപ്പിക്കാമെന്ന് പറയുന്ന സമയത്തിന് ചന്തുമോൾ അന്നേരം വാശി പിടിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, എന്നെ ജലജാമ കുളിപ്പിക്കൊന്നും വേണ്ട, എന്നെ നയനാമ കുളിപ്പിച്ചാൽ മതി എന്ന് പറയും. ദേവയാനി അന്നേരം സമാധാനിപ്പിക്കുന്നുണ്ട്. ചന്തുമോളെ ചെല്ല്, ജലജ അമ്മൂമ്മ ഇന്ന് മോളെ കുളിപ്പിക്കും. നയനമ്മക്ക് വയ്യാത്തോണ്ടല്ലേ, ചെറിയ തലവേദനയുണ്ട്, അതുകൊണ്ടല്ലേ, ചെല്ല് മോൾ അനുസരിക്ക്. ഇന്ന് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജലജ അമ്മൂമ്മയാണ്. അതുകൊണ്ട് മോൾക്ക് എന്ത് വേണമെങ്കിലും അമ്മൂമ്മയോട് ചോദിച്ചാൽ മതി എന്നും പറയും. അന്നേരം ദേവയാനി പറഞ്ഞതുകൊണ്ട് മാത്രം ചന്തുമോൾ അതിന് സമ്മതിക്കാണ്. ജലജ ചന്തുമോളെ കൂട്ടിക്കൊണ്ടുപോയി ബാത്റൂമിലേക്ക് നിർത്തി കുളിപ്പിക്കാൻ തുടങ്ങി. ജലജയുടെ ഉള്ളിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നാശം പിടിക്കാൻ ഈ കൊച്ചിനെ, ഈ വൃത്തികെട്ടവളെ എനിക്ക് കുളിപ്പിക്കേണ്ടി വന്നല്ലോ. അപ്പോഴേക്കും കൊച്ചു വെള്ളമൊക്കെ വാരി ജലജയുടെ മേലേക്കൊക്കെ തെറിപ്പിക്കുന്നുണ്ട്. ജലജയുടെ ഡ്രസ്സിലും മുഖത്തൊക്കെ വെള്ളം തെറിച്ചു. ജലജ അവളോട് വഴക്ക് പറഞ്ഞ് അടങ്ങി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് കുളിപ്പിക്കട്ടെ, എൻ്റെ മുഖത്തിങ്ങനെ വെള്ളം ഒഴിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ജലജ ദേഷ്യപ്പെടുമ്പോൾ ചന്തുമോള് ഭയങ്കര സന്തോഷത്തിൽ ആടിപ്പാടി കുളിക്കായിരിക്കും. ജലജ ഒരുവിധം എങ്ങനെയൊക്കെയോ ആ ഒരു കൊച്ചിനെ അങ്ങ് കുളിപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് തോർത്തി ഉടുപ്പൊക്കെ ഇടിയിപ്പിക്കുന്നുണ്ട്. ദേ സുന്ദരിയായിട്ടുണ്ട് ചന്തുമോള് കേട്ടോ. ജലജ അമ്മൂമ്മ നല്ല പോലെ നോക്കിയെന്ന് ദേവേനി ഏട്ടത്തിയോട് പറയണം. അപ്പോൾ ചന്തുമോള് പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് പൗഡർ ഇട്ടിരണം, കണ്ണെഴുതി തരണം. ശരി ശരി, എല്ലാം ചെയ്തു തരാമെന്ന് അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ പിടിച്ചിരുത്തും. അങ്ങനെ കണ്ണെഴുതി കൊടുക്കുമ്പോൾ ചന്തുമോൾ ആ ഒരു പൗഡറിൻ്റെ ടിന്നെടുത്ത് ജലജയുടെ കയ്യിലും മുഖത്തുമൊക്കെ വാരി തേക്കാണ്. ജലജ പറയുന്നുണ്ട്, ഷോ എന്താ കൊച്ചി നീ കാണിക്കുന്നത്, എൻ്റെ മുഖത്തൊന്നും നീ പൗഡർ തേക്കരുത്, എന്താ നീ ചെയ്യുന്നത്, ഞാൻ നിന്നെ ഒരുക്കല്ലേ, നീ അവിടെ അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അന്നേരം ചന്തുമോള് പറയുന്നുണ്ട്, അതെ എന്നോട് വഴക്ക് പറഞ്ഞാൽ ഞാൻ കരയും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചന്തുമോള് ഭീഷണിപ്പെടുത്താണ്. അയ്യോ മോള് കരയൊന്നും വേണ്ട, ഞാൻ ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ക്ഷമയുടെ നെല്ലിപ്പടി തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സഹിച്ച് ക്ഷമിക്കുന്നുണ്ട് കേട്ടോ ജലജ. അങ്ങനെ ജലജ കഷ്ടപ്പെട്ട് തന്നെ കൊച്ചിനെ ഒരുക്കുന്നു. ഇതിനിടയ്ക്ക് തന്നെ ചന്തുമോൾ ഓരോ കുസൃതിയൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജലജ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചന്തുമോൾ പറയുന്നുണ്ട്, ജലജ അമ്മൂമ്മേ നമുക്ക് കുറച്ചു നേരം ബോളും കൂടി കളിച്ചാലോ. അന്നേരം ജലജ ഒഴിഞ്ഞു മാറി, അയ്യേ എനിക്കൊന്നും വയ്യ മോളെ, ഇപ്പം തന്നെ മോളുടെ പുറകെ ഓടി എൻ്റെ നടുവും പുറകും ഒക്കെ വേദനിക്കുന്നുണ്ട്, ഇനി നിൻ്റെ കൂടെ കളിക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയും. അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് വെളിയിൽ പോയി കളിക്കാമെന്ന് ചന്തുമോൾ നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ ചന്തുമോൾ കരയുന്ന സമയത്തിന് ജലജ പറഞ്ഞിട്ട്, വേണ്ട കരയണ്ട, ഞാനും വരാം. അങ്ങനെയും പറഞ്ഞ് ഗതി കെട്ടുകൊണ്ട് തന്നെ ജലജ ചന്തുമോളുടെ കൂടെ വെളിയിലേക്ക് ഇറങ്ങി. ചന്തുമോളുമായിട്ട് ബോൾ കളിച്ചു. ചന്തുമോൾ ബോളിട്ട് കൊടുക്കുമ്പോൾ ജലജ അത് തടുത്തന്നെ തിരിച്ചറിയണം. ബോൾ ദൂരത്തേക്ക് പോകുമ്പോൾ ജലജ ഓടിപ്പോയിട്ട് അത് എടുക്കണം. ജലജ ആകെ തളർന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ മോളെ, ഈ വയസ്സാങ്കാലത്ത് എനിക്കിങ്ങനൊരു ശിക്ഷ കിട്ടിയല്ലോ. ഈ ബോൾ എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. ഇന്ന് മൊത്തം ഈ കൊച്ചിനെ നോക്കി എൻ്റെ നടു ഒടിഞ്ഞു, നാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കട്ടെ ചന്തുമോൾ വീണ്ടും വിളിക്കുന്നത്. ജലജ അമ്മമ്മേ വാ നമുക്ക് കളിക്കാം, ഞാൻ നയനാമ്മയുമായിട്ട് കുറേ അധികം കളിക്കാറുള്ളതാ, നല്ല രസാ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കും. അപ്പോൾ അതും കണ്ടുകൊണ്ടായിരിക്കും നവ്യ വരുന്നത്. നവ്യ നോക്കുമ്പോൾ ജലജ ചന്തുമോളുടെ കൂടെ ബോൾ കളിക്കുന്നത് കാണും. നവ്യക്ക് ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നവ്യ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെപ്പോൾ സംഭവിച്ചു, ഇതെന്താ പറ്റിയത് എന്ന് അവൾ സ്വയം ചോദിക്കുകയാണ്. ദേവയാനി അവിടെ ദൂരെ നിന്ന് ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ജലജക്ക് നല്ലൊരു പണി കൊടുത്തല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ജലജ കഷ്ടപ്പെടട്ടെ, അത് സ്വന്തം മകൻ്റെ കുഞ്ഞല്ലേ എന്ന് ദേവയാനി ചിന്തിക്കുന്നു. നവ്യ ഉടനെ തന്നെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വന്ന് ഒച്ചയിടാണ്, എന്താ അമ്മ ഈ കാണിക്കുന്നത്, അമ്മ എന്തിനാ ഈ ചന്തുമോളുമായിട്ട് ബോളൊക്കെ കളിക്കുന്നത്, ഈ വയസ്സാങ്കാലത്ത് അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്നോട് എപ്പോഴും പറയും വയ്യ വയ്യ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എടുക്കാനോ കളിപ്പിക്കാനോ പറയുമ്പോൾ അമ്മക്ക് നടുവേദനയും കാലുവേദനയും ഒക്കെയാണ്, എന്നിട്ടിപ്പോൾ ദേ ഈ ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ അമ്മക്ക് എന്താ ഒരു സൂക്കേടുമില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ. നവ്യ, ഞാൻ കുറച്ച് നേരമായി ശ്രദ്ധിക്കുന്നു, അമ്മ അവളുടെ പുറകെ തന്നെയാ, ഇതെന്താ അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് നവ്യ തർക്കിക്കുമ്പോൾ ജലജ മറുപടി പറഞ്ഞു, ഇവളൊരു കുഞ്ഞു കുട്ടിയല്ലേ, ഒന്നും അറിയാത്ത പ്രായമല്ലേ, ഇതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി നേരം കളിച്ചു എന്ന് വെച്ച് നിനക്ക് എന്താ ഇത്ര പ്രശ്നം, നീ എന്തിനാ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മേ അമ്മക്ക് പെട്ടെന്നൊരു മാറ്റം, അമ്മ തന്നെയല്ലേ ഈ ചന്തുമോളോട് അടുക്കരുത് എന്ന് ഇവളോട് സംസാരിക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്, എന്നിട്ടിപ്പോൾ അവൾ എങ്ങോട്ടേക്ക് അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മക്കത് എന്ത് പറ്റി, അവളുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടല്ലോ.
അന്നേരം ജലജ പറഞ്ഞിട്ട്, ഓ ഇതൊരമ്മയില്ലാത്ത കുഞ്ഞല്ലേ നവ്യെ, എനിക്കിതിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പാവം തോന്നി. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചേക്കാമെന്ന് വിചാരിച്ചു, അത്രയുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് കള്ളം പറയാണ്. നവ്യക്കാണെങ്കിൽ ഇതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നവ്യ മുഖം വീർപ്പിച്ച് നേരെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ നവ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോയതോടുകൂടി തന്നെ ജലജ വലിയൊരു കുരുക്കിലാണെന്ന് ഉറപ്പായിരുന്നു. ചന്തുമോളുടെ കൂടെ കളിച്ചു തളർന്ന ജലജ പൂമുഖത്തേക്ക് ഇരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അഭിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. അമ്മയെ നവ്യ റൂമിലിരുന്ന് ആകെ കലിപ്പിലാണ്. അമ്മ എന്തിനാ ആ കൊച്ചിൻ്റെ കൂടെ കളിക്കാൻ പോയത് എന്ന് അഭി ചോദിക്കുമ്പോൾ ജലജയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. എടാ, നിന്റെ അവിഹിതത്തിൻ്റെ ശിക്ഷ ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. ദേവേനയേട്ടത്തി എന്നെ വെറും ഒരു വേലക്കാരിയാക്കി മാറ്റി. ഇതൊക്കെ ആ നവ്യ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല എന്ന് ജലജ അഭിയോട് കയർത്തു. ഇതിനിടയിൽ തന്നെ ദുബായിൽ നിന്നും ആദർശിൻ്റെ ഒരു ഫോൺ കോൾ നയനയുടെ ഫോണിലേക്ക് വരുന്നു. എന്നാൽ അത് ആദർശ് അല്ലായിരുന്നു, മറിച്ച് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. ആദർശ് വലിയൊരു കെണിയിൽ അകപ്പെട്ടു എന്നും അത് തെളിയിക്കാൻ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അഭി നശിപ്പിച്ചു എന്നും നയനയ്ക്ക് സൂചന ലഭിച്ചു. നയന ഈ വിവരം ദേവയാനിയോട് പറഞ്ഞു. ഇതോടുകൂടി തന്നെ ദേവയാനി ജലജയും അഭിയെയും ഒന്നുകൂടി മുറുക്കാൻ തന്നെ തീരുമാനിച്ചു. അന്ന് രാത്രി നവ്യയുടെ സംശയം മൂർച്ഛിക്കുന്നു. അഭിയുടെ ഫോൺ പരിശോധിച്ച നവ്യക്ക് അനഘയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള കോളുകളും സന്ദേശങ്ങളുമെല്ലാം തന്നെ കാണാനിടയായി. താൻ ഇത്രയും കാലം വിശ്വസിച്ച അഭി തന്നെ ചതിക്കുവാണോ എന്ന സംശയം നവ്യയിൽ ബലപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അനന്തപുരിയിലേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടതിന് ചന്തുമോളുടെ യഥാർത്ഥ ബന്ധുക്കൾ എന്ന് അവകാശപ്പെട്ട് ചിലർ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ അവർ അഭി ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെന്ന് ദേവയാനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഈ ബഹളങ്ങൾക്കിടയിൽ സത്യം തുറന്നു പറയാൻ വേണ്ടി ദേവയാനി തീരുമാനിക്കുന്നു. തറവാടിൻ്റെ നടുമുറ്റത്ത് എല്ലാവരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ദേവയാനി പറഞ്ഞു, അഭി, നീ ചെയ്ത പാപങ്ങൾ ഇനി ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ചന്തുമോൾ നിന്റെ ചോരയാണ്. ഇത് കേട്ട് നവ്യ ആകെ തകർന്നുപോയി. അഭി ഇത് നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും DNA ടെസ്റ്റ് റിപ്പോർട്ടുമായി ദേവയാനി പുറത്തേക്ക് വന്നതോടുകൂടി തന്നെ അഭിയുടെ സകല അടവുകളും അവിടെ പാളിപ്പോകുന്നു. താൻ ഇത്രയും കാലം ആദർശിനെ തെറ്റിദ്ധരിച്ചതിലും അഭിയെ വിശ്വസിച്ചതിലും നവ്യക്ക് നല്ല കുറ്റബോധം തോന്നി. കയ്യിലിരുന്ന ചന്തുമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നയനയോട് നവ്യ മാപ്പ് ചോദിക്കുന്നു. അഭിയെയും ജലജയെയും അനന്തപുരിയിൽ നിന്നും പുറത്താക്കാൻ മുത്തച്ഛൻ ഉത്തരവിട്ടു. എന്നാൽ ആദർശ് ജയിലിൽ നിന്നും മോചിതനായി തിരികെ വരാതെ താൻ അടങ്ങില്ലെന്ന് നയന ശപഥം ചെയ്യുന്നു. ജലജയും അഭിയും തറവാടിൻ്റെ പടിയിറങ്ങുമ്പോൾ താൻ ചതിച്ച അനഘയുടെ മുഖം അഭിയുടെ മുന്നിൽ തെളിഞ്ഞു. അഭിക്കും ജലജയ്ക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിച്ചു. ആദർശ് ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നും ആദർശ് തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഉടനെ തന്നെ തരാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.